നടത്തണേ തിരുഹിതം പോ നിന്നതല്ലതാം ദൈവം നമ്മെ നിർത്തിയതാം നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നിന്നതല്ലതാം ദൈവം നമ്മെ നിർത്തിയതാം നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം നടത്തിയ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനൻ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന ദൈവവേദി പരിശുദ്ധനാവുന്നു ദൈവവേദി പരിശുദ്ധനാവുന്നു ദൈവവേദി പരിശുദ്ധനാവുന്നു കർത്താവേ ഞങ്ങളോട് കരുണയണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ദുരന്തങ്ങളിൽ നിന്നും കർത്താവെ ഈ സ്ഥലത്തെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും തലയുയർത്തി നിൽക്കുവാൻ തക്കവണ്ണം ആഴത്തിൽ അതേ പാറപ്പുറത്ത് പണിയപ്പെട്ട ഭവനമായതിനെ നീ ആക്കി തീർക്കണമേ. കർത്താവെ നിന്റെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളതിൻ്റെ പ്രാരംഭം കുറിക്കുന്നു. തുടർ പണികളെല്ലാം അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനും ആക്കി തീർക്കണം. പരിശുദ്ധ അമ്മയുടെയും മർജീവനാസംസ്കൃതാവിൻ്റെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും പിതാവിനും ജീവനുള്ള പരിശുദ്ധമായി ഇപ്പോഴും എന്നാളും ഈ സ്തോത്രവും കരയിക്കുവാനായിട്ട് തന്നെ. ഒന്നായിരിക്കുന്ന പിതാവിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് അനുയോജ്യമായ വാസസ്ഥലം പണിയുവാൻ തക്കവണ്ണം ഈ കുട്ടി സ്ഥാപിക്കപ്പെടുന്നു. വന്നേ
കല്ല് കെട്ടിക്കഴിഞ്ഞിട്ട് ഇത്ര ഹൈറ്റ് വരും, ഇത്ര ഹൈറ്റ് വരും. അപ്പോൾ ഇനി അത് മണ്ണിട്ട് ഫില്ല് ചെയ്യണം. ഇനി ഇതിൻ്റെ മണ്ണ് വരും. ദിവ്യജ്ഞാനത്താൽ പ്രപഞ്ചത്തെ അത്ഭുതകരമായി നിലനിർത്തുന്നവനും തന്റെ കൈവെള്ളമേ തിരുസഭയെ പരിപാലിക്കുന്നവനുമായ തമ്പുരാനെ, നിന്റെ സൃഷ്ടി വൈഭവത്തെയും സൃഷ്ടികളോടുള്ള നിന്റെ കരുതലിനെയും സ്നേഹത്തെയും ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ഈ ഭവനത്തിന് അടിസ്ഥാനപ്പെടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പണിയിൽ നിന്റെ ദീർഘ ആലോചന ഉണ്ടാകണമേ. ഒരു മണിക്കുറവ് തീർന്ന് പരിപൂർണതയിലെത്തുവാൻ നിന്റെ വാഴുകളെ ചൊരിയണമേ. ഇവരുടെ എല്ലാ പ്രയത്നവും ആയുസ്സിലെ എല്ലാ അധ്വാനങ്ങളും പ്രയോജനകരവും പ്രീതികരവുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും ഇപ്പോഴും നാളും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ുന്നവനും സ്വർഗീയരും ഭൗമികരുമായ എല്ലാവരും വന്ദിക്കപ്പെടുന്നവനും ജ്ഞാനികളുടെ ജ്ഞാനത്തിനും ആത്മീയരുടെ അറിവിനും അതീതമായി സ്ഥിതി ചെയ്യുന്നവനും ദൃപ്തമായി അറിയപ്പെടുകയും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. ഈ ഭവനത്തിന് ശിലാസ്ഥാനം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ഐശ്വര്യ നാടുകളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സർവശക്തനും മഹാകാരുണ്യവാനും സകല സുഹൃത്തുക്കളുടെയും ദാതാവും എല്ലാ വിശിഷ്ട നൽവരങ്ങളും വിതരണം ചെയ്യുന്നവനുമായ മശിഹാതമ്പുരാനെയും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും ധൂപത്തെയും കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ കരുണയാലും ധാരാളമായ അനുഗ്രഹങ്ങളാലും ഇന്ന് അടിസ്ഥാനം വിട്ട് പണി ആരംഭിക്കുന്ന ഈ ഭവനത്തെ നീ സന്ദർശിക്കുകയും ഇതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഇതിന്റെ അടിസ്ഥാനത്തെ പാറമേൽ നീ ഉറപ്പിക്കണമേ. ആന്തരശുദ്ധിയോടും തിരുവശപ്രകാരവും പണി ആരംഭിക്കുവാനും പൂർത്തിയാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളും പ്രയത്നങ്ങളും നിഷ്ഫലമാകാതിരിപ്പാൻ നീ തുണയ്ക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പണി ആരംഭിക്കുന്നു. ഇതിന്റെ പണിയിൽ പങ്കെടുക്കുന്നവരെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നീ സംരക്ഷിച്ചുകൊള്ളണമേ. ഇതിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിപരീത ശക്തികളെയും നീ ഉന്മൂലനം ചെയ്യണമേ. ഈ ഭവനത്തിന്റെ പൂർത്തീകരണം കണ്ട് ആനന്ദിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുമേ കൂട്ടമായി നിന്ന് നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധമായ ദൈവമായ കർത്താവേ, നിന്റെ വചനത്താലും പ്രവൃത്തിയാലും സകലത്തെ നീ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, കരുണയോടെ നിനക്ക് തിരുവുള്ളം തോന്നി തിരുമുമ്പാ സമർപ്പിച്ചിരിക്കുന്ന ഈ കല്ലിനെ നീ വാഴ്ത്തണമേ. നിന്റെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ ശ്ലീഹന്മാരുടെയും നിന്റെ മാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും അപ്പോസ്തലനായ മാർ തോമാ ശ്ലീഹായുടെയും മോർ ഗീവർഗീസോദായുടെയും മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ദിവനാസിയോസിന്റെയും ബസീലിയോസിന്റെയും മധ്യസ്ഥതയാൽ ഈ ഭവനത്തിന് അടിസ്ഥാനപ്പെടുന്ന ഈ കല്ലിനെ നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. നീ പിതാവിനോടും പരിശുദ്ധവായുടെ കൂടെ പരിശുദ്ധനാവുന്നല്ലോ. ായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധവായുടെയും നാമത്തിൽ ഈ ഭവനത്തിന്റെ അടിസ്ഥാന ചില വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയാക്കാം. ഉണ്മയിലൊന്നാം തൃത്വത്തിൽ സ്തുതിമയവാവുന്നതിനും തിരുസഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സന്നദ്ധിയാക്കാം.
വിശുദ്ധ തൃത്വത്തിന്റെ മഹത്വത്തിനും ഈ ഭവനത്തിന്റെ ഐശ്വര്യപൂർണമായ നിർമ്മാണത്തിനും പൂർത്തീകരണത്തിനുമായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെയും നാമത്തിൽ ഈ അടിസ്ഥാന ശില ശുദ്ധീകരിച്ച് വയ്ക്കപ്പെടുന്നു. ശരി, സിമന്റ് ഇട്ടിട്ടെ. മറ്റേ അല്ല ശരി, ശകലം ഇട്ടോ. നാൾ സുവിയുടെ രാജമഹൽ ഭാഗ്യം ശ്രീ